വിമാനാപകടത്തിൽ മരിച്ച പുല്ലാട് സ്വദേശിനി രഞ്ജിതയുടെ സ്വപ്ന ഭവനത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കുക, കുട്ടികളെ സുരക്ഷിതമായൊരു നിലയിൽ എത്തിക്കുക എന്ന വലിയ സ്വപ്നവുമായി പ്രതീക്ഷകളുമായൊക്കെയാണ് രഞ്ജിത ഏറെ നാളായി വിദേശത്ത് നഴ്സായി ജോലി ചെയ്തത്. അങ്ങനെ പണമുണ്ടാക്കിയ പണം വെച്ച് ഒരു കൂട്ടി ഈ വീടിൻ്റെ നിർമ്മാണം ഒരു 80% പൂർത്തിയാക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിൻ്റെ പെയിൻറ്റിംഗ് പണി ഉൾപ്പെടെ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്, പുട്ടി ഉൾപ്പെടെ അടിച്ചിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിൻ്റെ പണി ഏറെക്കുറെ പൂർത്തിയാക്കി പാലുകാച്ചൽ നടത്താൻ ആയിരുന്നു രഞ്ജിതയുടെ പദ്ധതി. പക്ഷേ ആ പദ്ധതികളെല്ലാം തന്നെ ഈ അപകടം തകർത്തു എന്ന് തന്നെ വേണം പറയാൻ. ഇനി ഈ വീട്ടിൽ വരുമ്പോൾ രഞ്ജിതയുടെ ചേതനയേറ്റ ശരീരമായിരിക്കും ഈ വീട്ടിൽ വെക്കേണ്ടി വരും. അത്രമാത്രം വേദനാജനകമായൊരു കാര്യമാണ്. വലിയ സ്വപ്നം കണ്ടുകൊണ്ട് വലിയ പ്രതീക്ഷയിലാണ് ഈ കൊച്ചു ഭവനം തറവാട് വീടിന് സമീപത്ത് രഞ്ജിത കെട്ടിപ്പൊക്കിയത്. അതിൻ്റെ പണി അതിവേഗത്തിൽ പുരോഗമിക്കുന്നതിനിടയിൽ കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം എന്തായാലും രഞ്ജിതയെ തേടി വരുന്നത്. രഞ്ജിതയുടെ ജീവൻ തന്നെ നഷ്ടമാകുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തായാലും വലിയ വിഷമം കുടുംബത്തെ സംബന്ധിച്ചുണ്ട്. നിലവിൽ ഈ വീടിൻ്റെ കോൺട്രാക്ട് പണികളൊക്കെ ഏറ്റെടുത്ത ആൾ നമ്മോടൊപ്പം ഉണ്ട്. വലിയ സ്വപ്നത്തോടുകൂടി പണിതൊരു വീടാണ് ഇതിപ്പോൾ. ഇനി രഞ്ജിതയുടെ ചേതനയേറ്റ ശരീരമായിരിക്കും വീട്ടിലേക്ക് വരിക. രഞ്ജിതയുടെ സ്വന്തം നാട്ടിലൊരു വീട് വെച്ച് താമസിക്കുക എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു അമ്മയുടെയും. അപ്പോൾ അച്ഛൻ ഇവിടെയാണ് അടക്കിയിരുന്നത്. അവിടെ തന്നെ ഒരു വീട് വെച്ച് താമസിക്കുക എന്നുള്ളത് രഞ്ജിതയുടെ അമ്മ തുളസിയമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു. അതിന് കോന്നിലുണ്ടായിരുന്ന വീട് വിറ്റതിന് ശേഷമാണ് ഇവിടുത്തെ പണികൾ തുടങ്ങിയത്. കൃത്യമായിട്ട് പൈസയൊക്കെ തന്നിരുന്നല്ലോ അല്ലേ? ആ കാര്യത്തിലൊക്കെ ചോദിക്കുന്ന സമയത്തെല്ലാം പൈസ തരുമായിരുന്നു. ഏറെക്കുറെ പണിയൊക്കെ പൂർത്തിയായി, ഉടൻ കയറാവുന്നൊരവസ്ഥയായിരുന്നു. 1 മാസത്തെ പണിയുടെ ബാലൻസ് ഉണ്ട്. അപ്പം ഈ മാസം തന്നെ താമസിക്കുക എന്നുള്ളത് കൊണ്ട് ഈ മാസം 28-ാം തീയതി ഇതിൻ്റെ പാലുകാച്ച് നടത്തിയിട്ട് ഫംഗ്ഷൻ പിന്നെ വരുന്ന സമയത്ത് ചിങ്ങമാസത്തിലേക്ക് നടത്താനായിരുന്നു. സ്വപ്നമൊക്കെയാണ് ഇവിടെ ഇല്ലാണ്ടായതല്ലേ? അതെ. എന്തായാലും വീടിൻ്റെ പണിയൊക്കെ ഏറ്റെടുത്ത കോൺട്രാക്ടറാണ് നമ്മോടൊപ്പം ചേർന്നത്. അദ്ദേഹം പറയുന്നത് വലിയ സ്വപ്നത്തോടുകൂടി ഈ മാസം 28-ന് പാലുകാച്ചൽ ഉൾപ്പെടെ നടത്താൻ ആഗ്രഹിച്ചൊരു വീടാണ്. ആ വീടിപ്പോൾ ആകെ മൂകമായിരിക്കുന്നു. ഇനി ഇവിടെ രഞ്ജിതയുടെ ചേതനയേറ്റ ശരീരമാണ് ഈ വീട്ടിലേക്ക് വരിക. വലിയ വിഷമമാണ് ബന്ധുക്കളെ സംബന്ധിച്ചും നാട്ടുകാരെ സംബന്ധിച്ചും ഒക്കെ. രഞ്ജിതയുടെ വലിയ ആഗ്രഹവും സ്വപ്നവും ഒക്കെ ആയിരുന്നു അച്ഛൻ്റെ ചിതയടക്കിയ മണ്ണിൽ സ്വന്തം തറവാട് വീടിനോട് ചേർന്ന് സ്വന്തമായൊരു വീട്, അവിടെ സ്ഥിരമായി താമസിക്കാനുള്ള സൗകര്യം, മക്കളെ സുരക്ഷിതരാക്കുക. ആ സ്വപ്നങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ തകർന്നടിഞ്ഞിരിക്കുന്ന. ആ വേദന ഈ വീട്ടുമുറ്റത്ത് ഇങ്ങനെ വരുമ്പോൾ അതങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട.